നമസ്കാരം. ഈ ടീം മലയാളത്തിലേക്ക് സ്വാഗതം. 4 ദിവസത്തെ ഒരു തുടർച്ചയായ റാലിക്ക് ശേഷം വിപണിയിൽ ഇന്നൊരു ഇടിവുണ്ടായിരിക്കുകയാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ആ ഒരു ഇടിവിലേക്ക് നയിച്ചത്. ഇന്ന് PSU ബാങ്കുകളിൽ ഇന്ന് വിപണിയിലൊരു നിർമ്മങ്ങിയ പ്രകടനമായിരുന്നിട്ടുകൂടിയും തിളക്കമാർന്നൊരു നേട്ടം കൈവരിക്കാൻ PSU ബാങ്ക് ഓഹരികൾ കഴിഞ്ഞു. അതിനുമുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ വിപണിയുടെ നാളത്തെ സാധ്യതകളും ആണ് ഈ വീഡിയോയുടെ പങ്കുവെക്കുന്നത്. അപ്പം നമുക്ക് വിപണിയുടെ ഇന്നത്തെ ഒരു പ്രകടനം ഒന്ന് ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ പുതിയൊരാഴ്ചയിലേക്ക് കടന്നെങ്കിലും ഒരു തണുപ്പൻ പ്രതികരണത്തോടെ ഒരു ഓപ്പണിംഗ് ആണ് വിപണിയിൽ ഇന്ന് കാണാനായത്. 6% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യേണ്ടി വന്നു. പുതിയ വ്യാപാരാഴ്ചയിലെ ആദ്യ ദിനത്തിൽ 6% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്യേണ്ടി വന്നത്. പ്രധാനപ്പെട്ട രണ്ട് അടിസ്ഥാന ഓഹരി സൂചികൾ നോക്കിയാണ് NSEയുടെ നിഫ്റ്റി ആകട്ടെ 121 പോയിൻറ്റ് നഷ്ടം രേഖപ്പെടുത്തി. സമാനമായി BSEയുടെ മുഖ്യ സൂചിയായ സെൻസെക്സ് ആകട്ടെ 452 പോയിൻ്റാണ് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉയർന്ന നിലവാരങ്ങളിലേക്ക്, അതായത് ഇന്നിപ്പോൾ നോക്കിയാൽ നേരിയ നേട്ടത്തോടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെ ഒരു നേരിയ നേട്ടത്തോടെയാണ് ഓപ്പൺ ചെയ്തതെങ്കിലും അവിടെ തന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ട് 25,669 നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 25,669 അതേ തുടക്കത്തിൽ തന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇന്നത്തെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിഫ്റ്റി താഴേക്ക് ഇറങ്ങുന്നതാണ് നമുക്ക് കാണാനായത്. പിന്നീട് ദിവസം മുഴുവൻ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിൽ തന്നെയാണ് നിഫ്റ്റി സൂചിക തുടർന്നത്. അങ്ങനെ ഇന്നത്തെ താഴെ നിലവാരത്തിന് 25,473. അതിൻ്റെ ഒരു സമീപത്താണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് 25,517. ക്ലോസിംഗ് ബേസിസ് നോക്കുമ്പോൾ 25,000 മുകളിലെത്തി നമുക്ക് പറയാം. എന്തായാലും ഉയർന്ന നിലവാരങ്ങളിലേക്കൊരു നേരിയ ശ്രമം മാത്രമാണെന്ന് നടത്താൻ വിപണി ശ്രമിച്ചത്. ഉയർന്ന നിലവാരങ്ങളിലേക്ക് പോകുന്ന വേളയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇത്രയും വലിയ റാലി കഴിഞ്ഞു. കൈകാലത്തിൽ പുതിയ ഓൾ ടൈം ഹൈ നിൽക്കുന്നൊരു സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടുള്ളൊരു വിപണിയിലെ ഒരു നീക്കം തന്നെയാണ് ഉണ്ടായത്. പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കാരണം തന്നെ വിപണി ഇന്നൊരു ഒരു നഷ്ടത്തിൻ്റെ പാതയിൽ തുടർന്നു. സമാനമായി നിഫ്റ്റി 25,517 ക്ലോസ് ചെയ്തതുപോലെ സെൻസെക്സ് 83,606 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ആകട്ടെ NSE ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബാങ്കിങ് ഓഹരികളുടെ ഒരു പ്രധാനപ്പെട്ട സെക്ടർ ഇൻഡിസ് നിഫ്റ്റി ബാങ്ക് ആകട്ടെ 131 പോയിൻറ്റ് നഷ്ടത്തോടെ 57,313 ക്ലോസിംഗ് രേഖപ്പെടുത്തി. ബ്രോഡർ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡിസസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് കാണാനാകും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ NSEയിൽ നിന്ന് വ്യാപാരം നടന്ന രേഖപ്പെടുത്തിയിട്ടുള്ള 3,052 ഓഹരികളാണ്. ഇതിൽ 1,752 ഓഹരികൾ ഇന്ന് നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്. 1,186 ഓഹരികളാണ് നഷ്ടം നേരിട്ടത്. അതായത് എന്തായാലും കൂടുതൽ ഓഹരികളും ഇന്ന് നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കിയെന്ന് പറയുന്നത് ബ്രോഡർ മാർക്കറ്റിൽ സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവ് തന്നെയായിരുന്നു നമുക്ക് കാണാൻ കഴിയും. 114 ഓഹരികൾ അൺചേഞ്ചായിട്ടാണ് ക്ലോസ് ചെയ്തത്. 93 ഓഹരികൾ ഒരു വർഷത്തെ 52 വീക്ക് ഹൈ, അതായത് കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ വെച്ച് നോക്കുമ്പോൾ ഒരു പുതിയ ഒരു നിലവാരം തിരുത്തി കുറിച്ചിട്ടുണ്ട്. അതേപോലെ നോക്കുകയാണെങ്കിൽ 26 ഓഹരികൾ 52 വീക്ക് ലോ ഒരു വർഷ കാലയളവിൽ ഒരു താഴ്ന്ന നിലവാരത്തിലേക്കും വീണിട്ടുണ്ട്. 144 ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ, 67 ഓഹരികൾ ഒരു ലോവർ സർക്യൂട്ട് നിലവാരത്തിലുമാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. NSEയുടെ പ്രധാന ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നിഫ്റ്റി 100, നിഫ്റ്റി 200 നേരിയ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 500 സൂചിയിൽ കാര്യമായ വ്യതിയാനമില്ല, ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് തന്നെയാണ് കുറിച്ചത്. അതേസമയം നിഫ്റ്റി മിഡ് ക്യാപ് 100 സൂചിയാകട്ടെ 6%-ലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിഫ്റ്റി മിഡ് ക്യാപ് 100 സൂചിക 0.6%, നിഫ്റ്റി സ്മോൾ ക്യാപ് 100 സൂചികയുടെ 0.52%. അതായത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികൾ 6%-ലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തതെന്ന് സാരം. അപ്പം അതുപോലെ തന്നെ ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 3.2%, അതായത് വിപണിയിലെ ഒരു നെക്സ്റ്റ് 30 ഡേയ്സിലേക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന ചാഞ്ചാട്ടത്തിൻ്റെ തോത് വെളിവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചികയായിട്ട് 3.2% വർധനയുടെ 12.79 നിലവാരങ്ങളിലേക്കാണ് ഉയർന്നത്. എന്നിരുന്നാലും ഒരു കംഫർട്ടബിൾ സോൺ തന്നെയാണ്. 13 താഴെ ഇനി ഇന്ത്യ വിക്സ് തുടരുന്നത് മാർക്കറ്റ് സംബന്ധിച്ച് സ്റ്റെബിലിറ്റി നിലവിൽ ഒരു ഘടകം തന്നെയാണ്. അതായത് ഇന്നത്തെ വർധന അത്ര കാര്യമാക്കേണ്ടതില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. പിന്നെ NSEയുടെ ഒരു പ്രധാനപ്പെട്ട സെക്ടർ ഇൻഡിസസുകളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിരുന്നു ഇന്നത്തെ ഒരു പ്രകടനം. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി FMCG, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടർ സൂചികളിൽ 0.38 മുതൽ 0.88% വരെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. ഇതിൽ നിഫ്റ്റി ഫിനാൻഷ്യലും നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഓട്ടോയിലേക്ക് നമുക്ക് ആ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് പ്രകടമായിരുന്നു. അതേസമയം മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്കിൽ നിന്ന് 2.5%-ലധികമുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവയും 1%-ൽ താഴെയുള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെക്ടർ ഇൻഡിസസിൻ്റെ പ്രകടനം ഒരു മിക്സ്ഡ് ആയിരുന്നു. പക്ഷേ നിഫ്റ്റി PSU ബാങ്കിൻ്റെ സൂചിക ഒരു ഔട്ട് പെർഫോം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തുടർച്ചയായ 5ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നിഫ്റ്റി PSU ബാങ്കിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ തുടർച്ചയായ 5ാമത്തെ ദിവസമാണ് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ PSU ബാങ്കുകളുടെ മേധാവികളുടെ ഒരു യോഗത്തിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഈ പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടർ ലിസ്റ്റഡ് കമ്പനികളുടെയൊക്കെ ഒരു സബ്സിഡറി കമ്പനികൾ മോണിറ്റൈസ് ചെയ്യണം
അല്ലെങ്കിൽ അവരുടെ കമ്പനികളുടെ ഒരു ഓഹരി വിൽപ്പനയെ സംബന്ധിച്ചുള്ള സൂചന അവരോട് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ അതായത് PSU പബ്ലിക് സെക്ടറിലുള്ള പൊതുമേഖലയിലുള്ള ബാങ്കുകളുടെ ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശമാണത്. സബ്സിഡറി കമ്പനികളുടെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് IPO വഴിയോ സ്ട്രാറ്റജിക് സ്റ്റേക്ക് സെയിൽ വഴിയോ നിശ്ചിത ഓഹരികൾ വിറ്റുകൊണ്ടുള്ള വിൽക്കുകയോ അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ വന്നിട്ട് പബ്ലിക് ഇഷ്യൂ വഴി നടത്തുകയോ അത് ചെയ്യാമെന്നാണ് നിർമ്മല സീതാരാമൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായത്. ഇപ്പം നമ്മൾ ഒരു റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 15ഓളം സബ്സിഡിയും ജോയിൻറ്റ് വെഞ്ചറും പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ കീഴിലുണ്ട്. അപ്പോൾ ഇത്രയും കമ്പനികൾ, അതായത് ഒരു വാല്യൂ അൺലോക്കിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് ഇവർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഈ കമ്പനികൾ, ഈ പബ്ലിക് സെക്ടർ ബാങ്ക് ഓഹരികൾ ഇന്നൊരു നേട്ടത്തിനെ കണ്ടത്. അപ്പം ഈ ഒരു സ്ട്രാറ്റജിക് ഡിവെസ്റ്റ്മെൻറ്റ് ഒരു മീഡിയം ടു ലോങ് ടൈമിൽ ഒരു അനധിവിദൂര ഭാവിയിൽ അത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പബ്ലിക് സെക്ടർ ബാങ്കുകളെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ ബാങ്കുകൾ, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇവയാണ് ഒരു 2 മുതൽ 3% വരെയുള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ, അതായത് ഫിനാൻഷ്യൽ 24-25 ഇത് ഇക്കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളോട് കൂടി 1.78 ലക്ഷം കോടിയുടെ റെക്കോർഡ് പ്രോഫിറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം രേഖപ്പെടുത്തിയത്. ഇത് തൊട്ടുമുന്നത്തെ, അതായത് ഇയർ ഓൺ ഇയർ ആയിട്ട് നോക്കും വാർഷികമായി 26% വർധനയുണ്ട്. അതായത് അബ്സല്യൂട്ട് ടൈംസിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 37,100 അബ്സല്യൂട്ട് ടൈംസിൽ, അതായത് ഇതാണ് വർധന. അപ്പോൾ ഇതിൻ്റെ ശതമാന അടിസ്ഥാനത്തിലേക്ക് മാറ്റുമ്പോഴാണ് 26% വാർഷികമുള്ള ഒരു വർധന ഉണ്ടാകുന്നത്. അങ്ങനെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 12 പബ്ലിക് സെക്ടർ ബാങ്കുകളോട് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള അറ്റാദായം 1.78 ലക്ഷം കോടിയാണ്. ഇത് റെക്കോർഡാണ്. അപ്പം ഇതിൻ്റെ ഒരു പിൻബലത്തിലാണ് വാല്യൂ അൺലോക്കിംഗ് എന്നുള്ള ഒരു ഫാക്ടറോട് വരുന്നു. സബ്സിഡി അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ കമ്പനികളെ IPO വഴിയോ സ്ട്രാറ്റജിക് സ്റ്റേക്ക് സെയിൽ വഴിയോ മോണിറ്റൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫണ്ട് ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മല സീതാരാമൻ്റെ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം വന്നാണ് പബ്ലിക് സെക്ടർ ബാങ്കുകളെ തുണച്ചിട്ട് ഇപ്പോൾ തുടർച്ച 5ാം ദിവസമാണ് നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് ഇത് പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ വിപണിയുടെ നാളത്തെ സാധ്യതകൾ നോക്കാം. അപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു മീറ്റഡ് ഓപ്പണിംഗ് ആയിരുന്നു, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഹയർ ലെവൽസിലോട്ട് പോകാനുള്ള ആദ്യത്തെ ശ്രമത്തിൽ തന്നെ പാളിയെങ്കിലും തിരിച്ചെപ്പോഴേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നിഫ്റ്റി 152 പോയിൻറ്റ്, ഇന്നത്തെ ഡേ ഹൈയിൽ നിന്ന് 152 പോയിൻറ്റ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നോക്കുമ്പോൾ ഡെയിലി ചാർട്ടിൽ നോക്കുമ്പോൾ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ കാണാം. ഇപ്പോഴത്തെ റാലിയുടെ ഒരു ചെറിയ രീതിയിലൊരു ശക്തമായൊരു കുതിപ്പിന് ഒടുവിൽ കാണപ്പെടുന്നൊരു ക്ഷീണം പോലെ നമുക്കല്ലെങ്കിൽ ഒരു ചെറിയ തളർച്ച പോലെ കാണാം. പക്ഷെ എന്നിരുന്നാലും ഷോർട്ട് ടൈം മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് പോസിറ്റീവ് തന്നെയാണ്. അത് മാറ്റാനുള്ള പ്രത്യേകിച്ച് ക്ലൂ ഒന്നും ഇന്നത്തെ ഒരു ഇതിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പം നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ 25,470 ഇന്നത്തെ ലോവർ തന്നെയാണ് നാളത്തെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും കീ ലെവൽ, ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട നിലവാരം 25,470 ആണ്. 25,470 നാളെയാണ് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ 25,375, 25,300 നിലവാരങ്ങളിലേക്ക് നിഫ്റ്റി പിന്തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നാളെ ഇന്നത്തെ ക്ലോസിംഗിൽ അല്ലെങ്കിൽ 25,470 മുകളിൽ ഒരു ഓപ്പൺ ചെയ്ത് നിലനിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ 25,600 എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കായിരിക്കും ആദ്യം നിഫ്റ്റി മുന്നേറാൻ ശ്രമിക്കുക. 25,600 മറികടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 25,700 വരെ മുന്നേറാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ 25,470, 25,500 എന്നുള്ള ഒരു നിലവാരമാണ് നാളത്തെ പ്രധാനപ്പെട്ട നിലവാരം. ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ സെല്ലിംഗ് വരും, അതിന് മുകളിൽ തുടരുകയാണെങ്കിൽ ഫർദർ റാലി വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിംഗ് ഇന്നത്തെ ഒരു US-ൻ്റെയും ബാക്കിയുള്ള യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിംഗ് തന്നെയായിരിക്കും നാളത്തെ ഓപ്പണിംഗ്. ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ആയിരിക്കും നാളത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നാളെ ശ്രദ്ധിക്കേണ്ട നിലവാരം 25,470 ആണ്. അതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,300 വരെയും 25,300ലേക്ക് പിന്തള്ളപ്പെടാനും 25,470 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 25,600 അതും മറികടന്നാൽ 25,700 വരെ മുന്നേറുള്ള സാധ്യതയാണ് കാണാനാകുന്നത്. അപ്പോൾ ഞാനൊരു സെബി രജിസ്ട്രേഷൻ അനലിസ്റ്റ് ഒന്നുമില്ല, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.